CPM കേന്ദ്ര കമ്മിറ്റിയിൽ കോൺഗ്രസിനും ഗവർണർക്കും വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. കിറുക്കൻ പെരുമാറ്റത്തിലൂടെ ഗവർണർ എല്ലാ സീമകളും ലംഘിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കുമെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വീണ്ടും മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. And gets for himself accorded the highest security cover possible in the country today. Now these sort of things are totally unbecoming of him. We've seen earlier the way he sat on the bills when the Supreme Court rapped him on his knuckles. Instead of approving those bills, he forwards them to the President of India. That means they kept in cold storage now. I mean, this sort of things is smack of the fact that they are functioning as an extension of the central government and the politics of the central government, BJP, RSS. Now, this is something not acceptable, and therefore, we think that he is unfit for the post. The Congress party, in this entire, situation, has been adopting a very negative and anti-democratic. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ലൈൻ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സീതാറാം യെച്ചൂരിയുടെ വാർത്താ സമ്മേളനം എന്ന് മനസ്സിലാക്കുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും ശക്തി വർദ്ധിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചത്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് JDU നിതീഷ് കുമാറും പുറത്തുപോയെങ്കിലും BJPയെ അധികാരത്തിൽ നിന്ന് തുരത്താനുള്ള നടപടികൾ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുമെന്നാണ് യെച്ചൂരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ മതേതര ജനാധിപത്യ കക്ഷികളുമായുള്ള സീറ്റ് ചർച്ച എത്രയും വേഗം പൂർത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വിഷയം അവതരിപ്പിച്ച് BJPക്കെതിരായ പ്രചരണം ആരംഭിക്കും, ജനങ്ങളിലേക്ക് പോകുമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ കേരളത്തിലെ വിഷയങ്ങളിലേക്ക് യെച്ചൂരി പ്രതികരിച്ചത് ഗവർണറുടെയും കോൺഗ്രസിന്റെയും കാര്യത്തിലാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പദവിക്ക് യോഗ്യനല്ല എന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ വിമർശനം. ഈ നിലമേൽ സംഭവം അടക്കം പരാമർശിച്ചുകൊണ്ടുള്ളതാണ് വാർത്താക്കുറിപ്പിലടക്കം ഗവർണർ പദവിക്ക് യോഗ്യനല്ല എന്ന് ആരോപിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്. കിറുക്കൻ പെരുമാറ്റത്തിലൂടെ പദവിക്ക് യോഗ്യനല്ല എന്ന് ഗവർണർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സീതാറാം യെച്ചൂരി പ്രതികരിച്ചത്. കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് അങ്ങേയറ്റം നിഷേധാത്മകവും ജനാധിപത്യ വിരുദ്ധവുമായ സമീപനം സ്വീകരിക്കുന്നതിന്റെ പേരിലാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെയും മറ്റും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ഉയർന്ന എക്സാലോജിക് CMRL മാസപ്പടി ആരോപണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതൊന്നും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങളാണ് എന്നായിരുന്നു പ്രതികരണം. ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് ഈ വിഷയം അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം ആദ്യം ഞങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തതാണെന്ന് ബോധ്യമായി എന്നാണ് യെച്ചൂരി പ്രതികരിച്ചത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.